അയ്യ വണക്കം. നിങ്ങളിത് കാണുന്നില്ലേ നാട്ടാരെ? നടനും BJP നേതാവുമായിട്ടുള്ള സുരേഷ് ഗോപി സ്വന്തം മകൾക്ക് 13 കോടി രൂപയുടെ റോൾസ് റോയ്സ് കാർ മേടിച്ചു കൊടുത്തിരിക്കുന്നു എന്നുള്ള ഗദ്ഗതമാണ് കമ്മി കൂടാരത്തിൽ നിന്നും ഇപ്പോൾ അലയടിച്ച് പുറത്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപിയെ എങ്ങനെയൊക്കെ തോപ്പിക്കാം, എങ്ങനെയൊക്കെ കരിവാരി തേക്കാം എന്നുള്ളതിന്റെ അടുത്ത അധ്യായമായിട്ടാണ് ഇവർ ഇതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. സംഭവം എന്ന് പറഞ്ഞാൽ വ്യാജ പ്രചാരണമാണ്. സുരേഷ് ഗോപിയുടെ മകൾക്ക് 13 കോടി രൂപയുടെ കാർ വാങ്ങിച്ചു കൊടുത്തു എന്നുള്ളതിന് നിങ്ങൾക്ക് എന്താ കമ്മികളെ എന്നുള്ളൊരു ചോദ്യമാണ് നാട്ടുകാർ തിരിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അത് ശരിയല്ലല്ലോ. സുരേഷ് ഗോപി 13 കോടി രൂപയുടെ കാറാണ് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് യുവമാര് വീണ്ടും അവിടെ കിടന്ന് മെഴുകുന്നുണ്ട്. പോരാത്തതിന് നാട്ടുകാർ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അല്ല സുരേഷ് ഗോപി സ്വന്തം മകൾക്ക് സ്വന്തം കയ്യിൽ നിന്നുണ്ടാക്കിയ കാശിൽ നിന്ന് ഒരു 13 കോടി രൂപയുടെ കാർ എടുത്ത് മേടിച്ചു കൊടുത്തു എന്ന് തന്നെ വയ്ക്കുക. സുരേഷ് ഗോപി സ്വന്തം മകൾക്ക് കണ്ടവന്റെ കയ്യിൽ നിന്നും മാസപ്പടി മേടിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തില്ലല്ലോ. പോരാത്തതിന് സുരേഷ് ഗോപി നമ്മുടെ കൊച്ചിയിലെ CITU നേതാവ് ചെയ്തതുപോലെ മിനി കൂപ്പർ ഒന്നും എടുത്തില്ലല്ലോ. അതും പാർട്ടിയെ പറ്റിച്ചുണ്ടാക്കിയ പൈസയാണ് എന്നാണ് പല ആൾക്കാരും പറയുന്നത്. അല്ലെങ്കിൽ സുരേഷ് ഗോപി നമ്മുടെ തിരുവനന്തപുരത്തെ സുരാങ്കൻ അണ്ണനെ പോലെ, ഈ സുരാങ്കൻ എന്ന് പറഞ്ഞാൽ ഈ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ വലിയ പുള്ളിയാണ്. ഇപ്പൊ ED കൊണ്ട് പോയിരിക്കുകയാണ്. പാവം എവിടെയാണോ എന്തോ അതൊന്നും അറിയാനായിട്ടുള്ള നിവൃത്തിയില്ല. പക്ഷെ നമ്മുടെ വിഷയം അതൊന്നുമല്ല. ഈ സുരാങ്കൻ അണ്ണന് ചെയ്തതുപോലെ കാറും ബൈക്കും കല്യാണവും എല്ലാം സ്വന്തം മകന് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കീശയിൽ നിന്ന് കൈയിട്ട് വാരിയാണ് എടുത്തു കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒന്നും ചെയ്തില്ലല്ലോ. ഇപ്പൊ ഒരു 13 കോടി രൂപയുടെ കാർ സുരേഷ് ഗോപി സ്വന്തം മകൾക്ക് മേടിച്ചു കൊടുത്തിരിക്കുന്നെങ്കിൽ തന്നെ അത് സുരേഷ് ഗോപിയുടെ കാശ് കൊണ്ടാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നുള്ളൊരു ചോദ്യം കമ്മികളോട് പല ആൾക്കാരും തിരിച്ചു ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു വ്യാജ പ്രചാരണമാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം. സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം കഴിഞ്ഞ മാസം നടന്നിരുന്നു. ഈ ഭാഗ്യ സുരേഷിന്റെ വിവാഹം വലിയ രീതിയിൽ കേരളം കാണാത്ത രീതിയിലുള്ള വിവാഹമായ നടന്നത്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ വിവാഹത്തിൽ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം. ആ വിവാഹത്തിന്റെ റിസപ്ഷൻ താരനിബിഡമായിരുന്നു. ആ റിസപ്ഷനിൽ ഇവർ വന്നിറങ്ങിയത് 13 കോടി രൂപയുടെ റോൾസ് റോയ്സ് കാറിലാണ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ആ ചിത്രമാണ് ഇപ്പോൾ കമ്മികൾ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ട് തൃശ്ശൂരുള്ള വോട്ടർമാരുടെ ഇടയിൽ അത് പ്രചരിപ്പിച്ച് മുന്നേറിക്കൊണ്ട് സുരേഷ് ഗോപി 13 രൂപയുടെ കാറെടുത്തു, 13 കോടി രൂപയുടെ കാറെടുത്തു എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണം അവിടെ അഴിച്ചുവിടുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ മകളായിട്ടുള്ള ഭാഗ്യ സുരേഷിന്റെ വിവാഹം കഴിഞ്ഞ ജനുവരിയിൽ നടന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ മുഖ്യാതിഥിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരനിരയും ചടങ്ങിൽ പങ്കെടുത്തു. തിരുവനന്തപുരത്തും കൊച്ചിയിലും വിവാഹ റിസപ്ഷനും ഒരുക്കിയിരുന്നു. ഇത് വേറൊരു കാര്യം. കൊച്ചിയിലെ റിസപ്ഷന് നവദമ്പതിമാർ റോൾസ് റോയ്സിന്റെ 13 കോടി രൂപ വില വരുന്ന കാറിലാണ് വന്നെത്തിയത്. കാറിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിച്ചു. ഇതിന് പിന്നാലെ മകൾക്കും മരുമകനും സുരേഷ് ഗോപി നൽകിയ സമ്മാനമാണ് ഈ കാർ എന്ന അഭ്യൂഹങ്ങൾ പല ഭാഗത്തു നിന്നും ഉയർത്തിവിട്ടിരുന്നു. തൃശൂർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ സുരേഷ് ഗോപി ആ കാറുമായി ബന്ധപ്പെട്ട സത്യാവസ്ഥ തുറന്നു പറഞ്ഞു. കല്യാണ ഗ്രൂപ്പിന്റെ ഉടമയായ TS പട്ടാഭിരാമന്റെ ജ്യേഷ്ഠന്റെ മകനായ രാജേഷാണ് റോൾസ് റോയ്സ് അയച്ചതെന്ന് സുരേഷ് ഗോപി പറയുന്നു. സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് ടൊയോട്ട വെൽഫെയറിൽ പോയാൽ മതി എന്നാണ് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞത്. അപ്പോഴാണ് അവിടെ നിന്നും വലിയ രീതിയിലുള്ള ഒരു സജഷൻ വന്നത്. ഒരു കാർ, അത് സുരേഷ് ചേട്ടൻ്റെ മകൾക്ക് പോകാനായി ഞങ്ങൾ എടുത്ത് തരും എന്നുള്ള രീതിയിൽ ഒരു സജഷൻ വന്നത്. അങ്ങനെയാണ് ആ കാർ എത്തുന്നത്. അല്ലാതെ എൻ്റെ കയ്യിൽ ഈ കാർ മേടിക്കാനുള്ള കാശില്ല എന്നും സുരേഷ് ഗോപി കൃത്യവും വ്യക്തവുമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടി ആ വ്യാജ പ്രചരണവും പൊടിഞ്ഞ് പാളീസായി പോയിരിക്കുകയാണ് എന്നുള്ളത് വേറൊരു കാര്യം. സുരേഷ് ഗോപി കാറ് വാങ്ങിച്ചോ കാറ് വാങ്ങിച്ചില്ലയോ എന്നുള്ള കാര്യമൊക്കെ അവിടെ ഇരിക്കട്ടെ. നമ്മുടെ മുഖ്യമന്ത്രിയുടെ നെഞ്ചത്തിപ്പോൾ തീയാണ്, നെഞ്ചിനുള്ളിൽ തീയാണ് എന്ന് പറയുന്നത് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ടേമും കൂടെ കഴിഞ്ഞ് അടുത്ത ടേമിൽ വീണ്ടും മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ വീണയുടെ കാര്യം കട്ടാ പോകുകയാണെന്നാണ് പല ആൾക്കാരും പറഞ്ഞു വയ്ക്കുന്നത്. പോരാത്തതിന് നല്ല ആദ്യമുണ്ട് പുള്ളിക്കാരന്, വയസ്സായി വരികയാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് മയോ ക്ലിനിക്കിൽ ചികിത്സിക്കാനൊക്കെ പോകുന്നുണ്ട്. പിന്നെ തൻ്റെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ മകളുടെ കാര്യം ഇനി എന്താകും എന്നുള്ള വലിയൊരു ആധി ഇങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചെയ്തികളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുന്നത്. നമ്മുടെ ആൾക്കാർ വയസ്സായി വരുമ്പോൾ ഒരു എക്കും പൊക്കും ഇല്ലാതെ കെട്ടുപൊട്ടിയ പട്ടം പോലെയാണ് ഇപ്പോഴും ജീവിതമെങ്കിൽ ഭയങ്കര ദേഷ്യം വരും. മകളാണെങ്കിൽ ഇപ്പോൾ വലിയൊരു കേസിൻ്റെ തുമ്പത്ത് നിൽക്കുകയാണ്. SFIU ഏത് നിമിഷം വേണമെങ്കിലും തട്ടിത്തോളി കെട്ടിക്കൊണ്ടുപോകാം എന്നുള്ള സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പല പ്രസംഗങ്ങൾക്കും പ്രസംഗിക്കാൻ വന്ന് നിൽക്കുമ്പോൾ താങ്ക് യു സാർ, നല്ല പ്രസംഗമായിരുന്നു എന്ന് പറയുമ്പോൾ അന്തമാതിരി കമൻ്റ് ഒന്നും ഇങ്ങോട്ട് എടുക്കണ്ട കേട്ടല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് വെപ്രാളം വരുന്നത്. ഇത് വാർദ്ധക്യ സഹജമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അപക്വമായിട്ടുള്ള പെരുമാറ്റം കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്നത് തന്നെ മൂട്ടിൽ തീയിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. പിന്നെ മുഖ്യമന്ത്രിയുടെ ഒരു മരുമകനുണ്ട്, റിയാസ് എന്ന് പറയുന്നത്. ആ റിയാസ് മരുമകന് നല്ല രീതിയിലൊന്ന് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൊതുമരാമത്ത് എടുത്ത് കൊടുത്തത്. കാരണം നിതിൻ ഗഡ്കരി അവിടെ നിന്നെല്ലാം ചെയ്തോളുമല്ലോ. നിതിൻ ഗഡ്കരി അവിടെ നിന്നെല്ലാം ചെയ്യുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ഇങ്ങനെ അടിച്ചടിച്ചെടുത്ത് മാറ്റിയെടുക്കുന്ന
പരിപാടി മാത്രമേ ഉള്ളൂ. നിതിൻ ഗഡ്കരി എവിടെയെങ്കിലും ഒരു പാലം പണിയും, അതിന്റെ മുകളിൽ കൂടെ രാവിലെ ജോഗിങ്ങിന് പോയിട്ട് ഈ പാലം കണ്ടോ, ഈ പാലം എന്ന് പറയുന്നത് നമ്മൾ പണിത പാലമാണ്, ഈ പാലത്തിന്റെ പണി ഇങ്ങനെ പൂർത്തിയായി വരികയാണ്, ഡ്രോൺ 2 മുകളിൽ കൂടെ പോകുന്നു, സൈഡിലെ കാറിൽ 2 ക്യാമറ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു എന്നൊക്കെ പറഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അത് കണ്ടിട്ടാണോ എന്ന് അറിഞ്ഞൂടാ. നിതിൻ ഗഡ്കരിയും ഇപ്പോൾ പാലം പണിയുമ്പോൾ മലയാളത്തിൽ അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ആ കാര്യവും പൊളിഞ്ഞു പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ റിയാസ് എന്ന് പറയുന്ന മന്ത്രിയെ CPM-നകത്ത് പോലും ആൾക്കാർക്ക് കണ്ടുകൂടാത്ത കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കടകംപള്ളിയിലെ വിഷയമൊക്കെ ഉണ്ടായപ്പോൾ കടകംപള്ളി റിയാസുമായിട്ട് നിയമസഭയിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടിട്ട് കണ്ടോ ഞങ്ങളും റിയാസും തമ്മിൽ ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു വെച്ചത്. അപ്പോൾ അതങ്ങനെ പോകുന്നു, ഇതിങ്ങനെ പോകുന്നു. മോളുടെ കേസാണെങ്കിൽ കുത്തനെ മുകളിലോട്ട് പോകുന്നു. ഇത് തീരുന്ന ഒരു ലക്ഷണവും ഇല്ലടേ. ഭരണമാണെങ്കിൽ പണ്ടാതെ തുടങ്ങി, ശമ്പളം പോലും ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാനില്ലാത്ത സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ അടുത്ത തവണ മുഖ്യമന്ത്രിയായി വീണ്ടും അവരോധിതനായില്ലെങ്കിൽ തൻ്റെ മകളുടെ കാര്യം കട്ടപ്പുകയാണെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പല രീതിയിലുള്ള അശരീരികളും പുറപ്പെടുവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ അതുപോലെ അല്ലല്ലോ സുരേഷ് ഗോപി എന്ന് പറയുന്നത്. അങ്ങേരെ കാശ് കൊണ്ട് അധ്വാനിച്ച് അങ്ങേരെ വേർപ്പൊഴുക്കി ഉണ്ടാക്കിയ കാശാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ പറയും ഇത് സുരേഷ് ഗോപി ചാരിറ്റി ചെയ്യുന്നെന്ന് പറയും. അങ്ങനെ എടുത്തു കൊടുക്കാതെ പോയി സർക്കാരിനോട് ചോദിക്കൂ എന്ന് പറഞ്ഞാൽ പറയും സുരേഷ് ഗോപി അധിക്ഷേപിച്ചു, സർക്കാർ ഉടനെ അവർക്ക് ചികിത്സ ഉറപ്പാക്കണമെന്ന് പറയും. എടാ എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, നിന്റെയൊക്കെ തലയ്ക്ക് വല്ല ഓളവും ഉണ്ട്? അല്ല, ഇത് മാത്രമേ നമുക്ക് ചോദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ചെയ്താലും കുറ്റം, ചെയ്തില്ലെങ്കിലും കുറ്റം. മറ്റേ ജഗതി CID മൂസയിൽ പറയും പോലെ എവിടെ തിന്നാലും അടി, ഇതെന്തോന്നടാ അടിമാലി ഫാമിലിയാ എന്നുള്ളതാണ് ഇപ്പോൾ CPM-ന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ മിനി കൂപ്പറിന്റെ മുകളിൽ പാർട്ടി സെക്രട്ടറിമാർ കയറി സഞ്ചരിച്ച പല സംഭവ വികാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ പാർട്ടി സെക്രട്ടറിമാരുടെ മക്കൾക്ക് സെക്രട്ടറി ആയിട്ടുള്ള ആള് തന്നെ വഴിവിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ള പല വാർത്തകളും പല ഘട്ടങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട്. ആ പാർട്ടി സെക്രട്ടറിമാരൊക്കെ മരണമടഞ്ഞതുകൊണ്ട് ഞാൻ അതിലോട്ടൊന്നും കടക്കുന്നില്ല. പിന്നെ CITU നേതാക്കന്മാർ ഒന്ന് ആലോചിച്ച് നോക്കണം. തൊഴിലാളി വർഗത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുന്ന CITU നേതാക്കന്മാർ മിനി കൂപ്പർ കാർ എടുക്കുന്ന അത്യാഡംബരത്തിന്റെ അങ്ങേയറ്റമാണ് ഈ മിനി കൂപ്പർ എന്നൊക്കെ പറയുന്നത്. അതെടുക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. 50 ലക്ഷം വിലയുള്ള ആഡംബരക്കാർ സ്വന്തമാക്കുന്ന CITU സംസ്ഥാന നേതാവ്, അതും പെട്രോളിയം ആൻഡ് ഗ്യാസ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK അനിൽകുമാറാണ് ഇത് എടുത്തത്. ഒരു സമയത്ത് വലിയ വിവാദമായിട്ടുള്ള വാർത്തയൊക്കെയാണ്. ഈ വിവാദമായതിനെ തുടർന്ന് ന്യായീകരിച്ച് ഇതിന് ക്യാപ്സ്യൂളൊന്നും പോരാ, ഇതിന് നല്ല രീതിയിൽ കഷായം തന്നെ വയ്ക്കേണ്ടി വരും എന്നുള്ള സാഹചര്യം എത്തിയപ്പോൾ അനിൽകുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് പിടിച്ച് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ അതുപോലെയൊന്നും അല്ല സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇത് ജനിച്ച് വേറെയാണ് മക്കളെ, കൂട്ടിയാൽ കൂടില്ല. അപ്പം ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.